ശ്രീമദ് ഭാഗവതം ക്ലാസ് 316 ഇന്ന് സ്കന്ധ 11 24-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇത് സാഖ്യയോഗമാണ്. അപ്പം നമ്മൾ കേട്ട വിഷയമാണ്. നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം. ഒന്നിൽ ശ്രീകൃഷ്ണൻ തന്നെ പറയുകയാണ്, മനുഷ്യൻ ഏതറിഞ്ഞാൽ ഭേദജ്ഞാനം നേടിക്കൊണ്ട് ഏത് വിഷയം അറിഞ്ഞാലും ഭേദജ്ഞാനം, ഭേദഭാവങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? മായയാലാണ് ഭേദഭാവങ്ങൾ പലതായിട്ട് തോന്നുന്നത്. ഞാൻ, എൻ്റേത്, നിൻ്റേത്, അത് ഇത് നല്ല ചിന്ത വരുന്നത് ഭേദഭാവം കൊണ്ടാണ്. ആ ഭേദഭാവത്തെ ജ്ഞാനം നേടിക്കൊണ്ട് സുഖദുഃഖാദി ഭ്രമങ്ങളെ വിട്ടുകളഞ്ഞ് ആ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം മിഥ്യയായിട്ട് മനസ്സിലാക്കും. അപ്പം സുഖവും ദുഃഖമൊന്നും നമ്മൾ കാര്യത്തിലെടുക്കില്ല, അല്ല ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ്. ഇതെല്ലാം ഒരു മായ ലോകത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളാണ്. ആ ഭ്രമങ്ങളെയെല്ലാം വിട്ടുകളയാൻ പറ്റുന്നുവോ? ഏതൊരു ജ്ഞാനം കൊണ്ട് ഇവയെല്ലാം വിട്ടുകളയാൻ പറ്റുന്നുവോ? അതായത് ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള വഴി. ആ പൂർവികരായ കപിലൻ മുതലായവർ നിർദ്ദേശിച്ച സാഖ്യയോഗത്തെ പറ്റി ഇനി ഞാൻ പറയാം. കപിലൻ മുതലായവരാണ് സാഖ്യയോഗം. ഈ ഭേദഭാവങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ജ്ഞാനം നേടിക്കൊണ്ട്, അതായത് മായയിൽ അകപ്പെട്ടിട്ടാണ് നമുക്ക് പലതായിട്ട് തോന്നുന്നത്. ആ സത്യം മനസ്സിലാക്കുമ്പോൾ പിന്നെ സുഖദുഃഖങ്ങളൊന്നും നമ്മൾ കാര്യമാക്കില്ല. ആ ജ്ഞാനം നൽകുന്ന സാഖ്യയോഗത്തെ പറ്റി ഇനി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. 2 പറയുകയാണ്, യുഗങ്ങളില്ലാത്ത പ്രളയകാലത്ത്. അപ്പം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞിട്ട് പിന്നെ പ്രളയം വരും. പ്രളയം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം യുഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ആ ബ്രഹ്മം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതെപ്പോഴാണ്? പ്രളയം കഴിഞ്ഞിട്ട് കൃതയുഗത്തിൻ്റെ തുടക്കത്തിൽ. പ്രളയം കഴിഞ്ഞ് ഒരു 4 യുഗങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്ത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃതയുഗത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കുള്ള സമയം വിവേകികളായ അപ്പോൾ വിവേകികളായ മഹാന്മാർ ജീവിച്ചിരുന്നുവോ അപ്പോൾ ആ പ്രപഞ്ചം ഭേദശൂന്യമായ ആ ബ്രഹ്മസ്വരൂപമായിരുന്നു. അന്ന് ഭേദഭാവങ്ങളൊന്നുമില്ല, പ്രപഞ്ചം പലതായിട്ടൊന്നും തിരിഞ്ഞിട്ടില്ല, ആകെ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജ്ഞാനം ആ യുഗത്തിലെ ഋഷികൾക്ക് മനസ്സിലായിട്ടുണ്ട്. 3 പറയുകയാണ്, ഭേദഭാവമില്ലാത്ത ത്രികാലങ്ങളിലും ആ അവസരത്തിൽ ഭേദഭാവങ്ങളൊന്നുമില്ല. കാരണം പലതായിട്ടൊന്നുമില്ല, ആകെ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ 2 ആയിട്ടില്ല. അതുകൊണ്ട് വ്യത്യാസങ്ങളുമില്ല, ഗുണങ്ങളും ഒന്നുമില്ല, ബ്രഹ്മം മാത്രം. അത് നാശരഹിതനാണ്. ബ്രഹ്മം സ്ഥായിയാണ്, അതിന് നാശമില്ല. ആ ബ്രഹ്മം ദൃശ്യം ഭ്രഷ്ടം എന്ന രൂപത്തിൽ വാക്കിനും മനസ്സിനും വിഷയീഭവിച്ചു. അപ്പോഴത് 2 തീർന്നു. ആദ്യം അത് നിർഗുണമായ ബ്രഹ്മം 2 തീർന്നു. ദൃശ്യവും ദൃശ്യമായിട്ട് കാണുന്ന എന്താണ്? നമ്മൾ ഈ കാണുന്നതല്ല. അതേതാണെന്ന് അടുത്തേക്ക് പറയും. ഭ്രഷ്ടം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലെ നമുക്ക് അത് ഏതോ ഒരു രൂപത്തിലാണ്. സ്വപ്നത്തിലുള്ളത് നമ്മളെ ഭാവനക്കും അതീതമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ആ രൂപത്തിലുള്ള 2 തീർന്നു. അതേതാണ്? 2 വിഭജിച്ച 4 2 വിഭജിച്ച അവയിൽ ഒന്ന് പ്രകൃതിയാണ്, ദൃശ്യമാണ്. പ്രകൃതി നമുക്ക് കാണുന്ന തരത്തിലത് മാറി പ്രകൃതിയായിട്ടും. രണ്ടാമത്തെ അത് കാരണ രൂപമായിട്ടുള്ളതാണ്. മറ്റേത് ചൈതന്യമാണ്, അവനാണ് പുരുഷൻ. അപ്പം ഈ 2 തിരിഞ്ഞത് പുരുഷനും പ്രകൃതിയുമാണ്.
അത് പ്രകൃതി നമുക്ക് കാണാം. പുരുഷൻ എന്നത് സ്വപ്നത്തിലുള്ള മാതിരി എന്തോ ഒരു സംഗതിയാണ്, അല്ലാതെ അതൊരു അദൃശ്യമായ ഭാവനയിലെല്ലാം കാണേണ്ട ഒരു സംഗതി ആണ്. ഇനി അഞ്ചിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സൃഷ്ടി. പിന്നെ ഇതിലൂടെയാണ് പുരുഷനിലും പ്രകൃതിയിൽ നിന്നാണ് സൃഷ്ടി നടക്കുന്നത്. അതിൽ പുരുഷനാണ് പ്രേരക ശക്തി. അപ്പം സൃഷ്ടി പുരുഷനാൽ പ്രേരിതമായിട്ട് പ്രകൃതി ഉണ്ടായി. എങ്ങനെ? സത്വരജോ തമോ ഗുണങ്ങളാൽ ഉണ്ടായി. 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുരുഷനിൽ നിന്നും പ്രേരിതമായിട്ട് ഏതോ ഒരു അദൃശ്യമായ ശക്തിയുടെ, ആ ശ്രീഹരി തന്നെയാണ് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു പുരുഷൻ എന്നൊരു ശക്തിയായി മാറിയിട്ട്, പ്രേരക ശക്തിയായിട്ട് മാറിയിട്ട് 3 ഗുണങ്ങളിലൂടെ സൃഷ്ടി, സ്ഥിതി സത്വരജോ തമോ ഗുണം, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പ്രകാരം എന്തായിട്ട് പോയി? പ്രകൃതി ആ 3 ഗുണങ്ങളാൽ പ്രപഞ്ചം ഉണ്ടായി. ഇനി 6. എന്നിട്ട് അവകളിൽ നിന്ന് എന്തുണ്ടായി? ജ്ഞാനശക്തിയോടുകൂടിയ മഹാതത്വം ഉണ്ടായി, സയൻസ് ഉണ്ടായി. കാരണം സയൻസിലൂടെ മാത്രമേ പ്രപഞ്ചം സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന ഇലക്ട്രോണ്, പ്രോട്ടോണ്, എനർജി, ഇങ്ങനെയെല്ലാം കണ്ടുപിടിച്ച ആ തത്വം, ആ മഹാതത്വങ്ങൾ, സയൻസ്, വേദം എന്ന് വേണമെങ്കിൽ പറയാം, വേദത്തിലുള്ള ശാസ്ത്രതത്വങ്ങൾ, മഹാതത്വം ഉണ്ടായി. അതിൽ നിന്നും ക്രിയാശക്തിയോടുകൂടിയ സൂത്രവും ഉണ്ടായി. സയൻസിനോട് ഉണ്ടായി, ടെക്നോളജിയും ഉണ്ടായി. ശക്തി, ക്രിയാശക്തി. ഒന്ന് തിയറി, മറ്റേത് പ്രാക്ടിക്കൽ. സയൻസ് പഠിക്കുന്നു, അതിൻ്റെ ആപ്ലിക്കേഷനാണ് ക്രിയാശക്തി. ക്രിയാശക്തിയോടുകൂടിയ സൂത്രവും ഉണ്ടായി. അതായത് സയൻസും ടെക്നോളജിയും ഉണ്ടായി. സയൻസ് എന്നത് ശാസ്ത്രതത്വം, മറ്റേത് ആ ശാസ്ത്രതത്വം ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങൾ. എന്നിട്ട് വികാരം ഭവിച്ച ആ മഹാതത്വത്തിൽ നിന്നും ജീവന്റെ ഭ്രമത്തിനു കാരണമായ അഹങ്കാരമുണ്ടായി. ജീവന്റെ ഭ്രമത്തിന് കാരണമായ അഹങ്കാരമുണ്ടായി. അഹങ്കാരം എന്നാൽ ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ സയൻസ് മാത്രം പോരാ, ആരെങ്കിലും അതിനകത്ത് ഇറങ്ങിത്തിരിക്കണം. ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കേണ്ട വഴി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് സാധനം ഒന്നവിടെ വെച്ചാൽ പോരാ. സാമ്പാറായിട്ട് വരണ്ടിക്കൽ ആരെങ്കിലും എടുത്തിട്ട് ആർക്കെങ്കിലും അതിനെ സാമ്പാറാക്കണമെന്നൊരു തോന്നലുണ്ടായിട്ട് ചെയ്യണം. അപ്പം തോന്നുന്ന ആൾക്കാർ നമ്മളെപ്പോലെയുള്ളവരാണ്. അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഞാനെന്നൊരു വികാരം ഉണ്ടാകുമ്പോഴാണ് കർമ്മം ചെയ്യാൻ തോന്നുക. ഉദാഹരണമായിട്ട് നമ്മൾ ഗാഠനിദ്രയിൽ നമുക്കൊന്നും തോന്നുന്നില്ല. ഗാഠനിദ്രയിൽ നമ്മളെപ്പോഴാണ് കർമ്മം ചെയ്യുന്നത്? ഞെട്ടി ഉണർന്നിട്ട് ഞാനെന്ന വികാരം ഉണ്ടാകും, ഞാനെന്ന അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് കർമ്മം ചെയ്യുന്നത്. അപ്പം സൃഷ്ടി നടത്തേണ്ടെങ്കിലും ആദ്യം ഒരഹങ്കാരം ഉണ്ടായി. ഏതോ ഒരു ശക്തിക്ക്, ആ ശക്തികളെയാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ എന്നെല്ലാം പറയുന്നത്. ബ്രഹ്മാവെന്ന ശക്തിക്ക് സൃഷ്ടി നടത്തണമെന്നുള്ളൊരു പ്രേരണ ഉണ്ടാക്കുന്ന ശക്തിയാണ്. വിഷ്ണു സംരക്ഷിക്കുന്നതാണ്, ശിവൻ ആവശ്യം കഴിയുമ്പോൾ നശിപ്പിക്കുന്നതാണ്. അതിനുള്ള പ്രേരക ശക്തികൾ, അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമുണ്ടായത് സയൻസിൽ നിന്നും അഹങ്കാരമുണ്ടായി. സയൻസിൽ നിന്നാണ് ഒരു പ്രേരക ശക്തി വരുന്നത്. ആ സയൻസിൻ്റെ പ്രേരക ശക്തിക്കാണ് നമ്മൾ നേരത്തെ ഇന്ദ്രൻ എന്നെല്ലാം പറഞ്ഞത്. അപ്പം അഹങ്കാരമുണ്ടായി. ഇനി 7 അപ്പം 7 ഈ അഹങ്കാരത്തിൽ നിന്നാണ് ചേതന, അചേതന എല്ലാം ദ്വയമായിട്ട് സൃഷ്ടിച്ചത് കൊണ്ട്, ചേതന എന്ന് പറഞ്ഞാൽ ബോധതലം, ചിന്തിക്കുന്ന ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ട കാര്യവും അതിന് നേരെ എതിരായ സ്വഭാവം എല്ലാം ദ്വയമായിട്ടാണ് വന്നത്. ആ ബോധം
ബുദ്ധിശക്തിയിലൂടെ ഞാനെന്ന ചിന്തയുണ്ടാകുമ്പോൾ പിന്നെ ബോധതലത്തിലാണ് പിന്നെ കർമ്മങ്ങൾ നടക്കുന്നത്. അത് നല്ലതുണ്ട്, ചേതനയുണ്ട്, അചേതനയുണ്ട്. അപ്പം അത് സത്വരജോ തമോ ഗുണങ്ങൾ, ഈ 3 ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്മാത്രകൾ എന്തായിത്തീർന്നു? 3 വിധം തന്മാത്രകൾക്കും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും കാരണമാണ്. ഉദാഹരണമായിട്ട് ചേതനയുള്ള മനസ്സാണെങ്കിൽ നല്ല ചിന്താശക്തിയുള്ള മനസ്സുള്ള ആൾക്കാരുണ്ടായി. അപ്പോൾ അത് സത്വ ഗുണമായിരിക്കാം. ശാന്തമാണെങ്കിൽ സത്വഗുണം. കുറച്ചധികം ചിന്താശക്തികളും വരുമ്പോൾ രജോ ഗുണം വരും. എല്ലാ ചിന്താശക്തി നശിച്ചു പോകുമ്പോൾ അചേതനയിലേക്ക് പോകുമ്പോൾ തമോ ഗുണം വരും. അപ്പം ചേതന അചേതന ഈ 2 ആയിട്ട് സത്വരജോ തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് 3 തരമായിട്ട് ചേതന അചേതനയുടെ ഇടയ്ക്കുള്ള സംഗതികളെല്ലാം ഉണ്ടായി. അതായത് നല്ല ചേതനയുള്ള ആൾക്കാരും എന്നാൽ നേരെ നെഗറ്റീവ് ചേതനയുള്ള ആൾക്കാരും, ബുദ്ധിശക്തി അല്ലെങ്കിൽ ആ ബോധം, എനിക്ക് ബോധമുണ്ടോയെന്ന് ചോദിക്കുന്നില്ല. നല്ല ബോധമുള്ളവനാണെങ്കിൽ സത്വരജോ തമോ ഗുണത്തിൻ്റെ അടുത്ത് നല്ല ബോധമുള്ളവൻ, അല്ലാതെ ആവറേജ്, പിന്നെ തലതിരിഞ്ഞവൻ, ഇങ്ങനത്തെ എല്ലാം ആകാം. ഇങ്ങനെയെല്ലാം ഈ 3 ഗുണങ്ങളും സത്വരജോ തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം അഹങ്കാരമുണ്ടായി, പിന്നെ ബോധതലത്തിലേക്ക് വളരുന്നു. അത് തന്നെ സത്വരജോ തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്വഭാവമുള്ള ആൾക്കാരായിട്ട് പല സ്വഭാവമായിട്ട് മാറി. പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കമാണ് പറയുന്നത്. അപ്പം ആളുകളെന്ന് പറയാൻ പറ്റില്ല, പ്രേരക ശക്തികളായിട്ടേ പറയാൻ പറ്റുള്ളൂ. ശബ്ദം മുതലായ തന്മാത്രകൾക്ക്, അങ്ങനെ 8 ശബ്ദം മുതലായ തന്മാത്രകൾക്ക് കാരണമായ താമസഹങ്കാരത്തിൽ നിന്ന് പൃഥ്വി മുതലായ പഞ്ചഭൂതങ്ങളുണ്ടായി. ഭൂമി പോലെയുള്ളത് താമസ ഗുണമെന്നാണ് പറയുന്നത്. അത് ശബ്ദം മുതലായ തന്മാത്രകൾക്ക് സമാനമായ ഭൂമി പോലെയുള്ള വസ്തുക്കൾ ഉണ്ടായി താമസ ഗുണത്തിലൂടെ. രാജസഹങ്കാരത്തിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ രാജസ സ്വഭാവം, വളരെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ചിന്തമുള്ള ആൾക്കാരിൽ നിന്നും, ആ ശക്തിയിൽ നിന്നും ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടായി. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഭയങ്കര ആക്റ്റീവ്, എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ഗുണമാണ്? രാജസ ഗുണമാണ്. രാജസ അഹങ്കാരത്തിൽ നിന്നാണ് മനുഷ്യന് ഈ ശക്തി വിശേഷം, മനുഷ്യനിലേക്ക് പോകാനായിട്ടില്ല, ഈ ഗുണം മനുഷ്യനും കിട്ടുന്നതേ ഉള്ളൂ. പ്രകൃതിയിൽ ഭയങ്കര ആക്റ്റീവുള്ള ശക്തി വിശേഷങ്ങളായിട്ട് മാറി, രാജസ ഗുണമുള്ള. അതാണ് ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രേരിപ്പിക്കുന്നത്. സാത്വികാഹങ്കാരത്തിൽ നിന്ന് ദിക്ക്, വായു, സൂര്യൻ, പ്രജേതസ്, അശ്വനി ദേവകൾ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി, ചന്ദ്രൻ എന്നീ 11 ദേവകളും മനസ്സുമുണ്ടായി. സത്വഗുണമുള്ള സ്വഭാവമുള്ള കാര്യങ്ങളാണ് ഏതെല്ലാം? ഈ പറയുന്ന ദിക്കുകൾ, വായു, സൂര്യൻ, പ്രജേതസ്, അശ്വനി, നമുക്കറിയാം അശ്വനി ബലങ്ങൾ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ. അപ്പം ഇങ്ങനെയെല്ലാം ഉള്ളത് സത്വഗുണ അഹങ്കാരങ്ങളിൽ നിന്നാണ് ഇതെല്ലാം, ഇത്തരം സ്വഭാവവിശേഷമുള്ളതെല്ലാം രൂപപ്പെട്ടു വന്നത്. അങ്ങനെ 11, അതിലാണ് മനസ്സും വിടുന്നത്. അങ്ങനെ മഹാസത്വത്തിൻ്റെ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് മോഡേൺ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ വേദങ്ങളുടെ, ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ സകല പദാർത്ഥങ്ങളും ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയുണ്ടായി? എൻ്റെ സാമർഥ്യത്താൽ ഉണ്ടായി. ആര്? ശ്രീഹരിയുടെ, ആ ബ്രഹ്മത്തിൽ നിന്ന് വന്ന ആ ശ്രീഹരിയുടെ സാമർഥ്യത്താൽ ഈ രജോ തമോ സത്വഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതി, പുരുഷൻ എന്നീ 2 വിഭാഗങ്ങളായി മാറിക്കൊണ്ട് പ്രകൃതിയിൽ ഇത്തരം വസ്തുക്കളെല്ലാം, സർവപദാർത്ഥങ്ങൾ എന്തെല്ലാം ഇവിടെയുണ്ട്, 33 കോടി എന്ന് പറയുന്നത് പോലെ, അതെല്ലാം എൻ്റെ സാമർഥ്യത്താൽ,
അതിനെല്ലാം പിന്നിലുള്ള ആ ശക്തി ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിന് ഇങ്ങനെ ഒരു തോന്നൽ തോന്നി പലതായി തീരണമെന്ന്. അങ്ങനെ എൻ്റെ ക്രീഡാസ്ഥാനമായ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചു. ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിക്കുന്നത് എന്തിനാണ്? ശ്രീഹരിക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു കളിയാണ്. ഏതുപോലെ എന്നാൽ കുട്ടികൾ കടപ്പുറത്ത് പോയിട്ട് മണ്ണ് ഇങ്ങനെ ഉരുട്ടി ഉണ്ടാക്കും, വീടുണ്ടാക്കും, പൊളിക്കും, പിന്നെ ഉണ്ടാക്കും, പൊളിക്കും. അതുപോലെ പ്രപഞ്ചമുണ്ടാക്കുന്നു, പൊളിക്കുന്നു. നല്ലൊരു പ്രപഞ്ചം പടിപടിയായിട്ട് 4 യുഗങ്ങളിലൂടെ ഉണ്ടാക്കുന്നു. എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊളിക്കുന്നു, പ്രളയം. ഇങ്ങനെ ഒരു ക്രീഡയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ബ്രഹ്മാണ്ടം. അപ്പോൾ 10 ജലത്തിൽ ഇരിക്കുന്ന ബ്രഹ്മാണ്ടത്തിൽ, അപ്പോൾ ആദ്യം ജലം എന്ന് പറയുന്നത് കാരണജലമാണ്. സർവത്ര ഊർജം പ്രഹരിക്കാൻ തുടങ്ങി തരംഗരൂപത്തിൽ. ആദ്യം എനർജിയാണ് ഉണ്ടായത്. അത് തരംഗരൂപത്തിൽ ജലത്തിലെ സമുദ്രത്തിലെ തിരമാലകൾ പോലെ, വേവ്സ് തിരമാല പോലെയാണ്. അത്തരത്തിൽ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി. ആ ബ്രഹ്മാണ്ടത്തിൽ നാരായണനായ ഞാൻ ലീലാവിഗ്രഹത്തോടെ പ്രത്യക്ഷമായി. എന്നിട്ട് അങ്ങനെയുള്ള ആ കാരണജലത്തിൽ ഞാൻ നാരായണനായിട്ട് പ്രത്യക്ഷനായി. ബ്രഹ്മത്തിന് ഗുണമൊന്നുമില്ല. ആ ബ്രഹ്മം തന്നെ കാരണമായ ഒരു ശക്തിയായി മാറിയപ്പോൾ അതിൻ്റെ പേരാണ് നാരായണൻ. അത് ഊർജം, പ്രപഞ്ചം മുഴുവൻ ഒരു സാഗരം പോലെ കാരണജലമായിട്ട് പ്രവഹിക്കുമ്പോൾ അതിലാണ് ആരുള്ളത്? ഉള്ള ആ ശക്തിവിശേഷത്തെയാണ് നാരായണൻ എന്ന് പറയുന്നത്. ഇനി സൃഷ്ടി നടത്തുന്നതിന് പിന്നിലുള്ള ആ ശക്തിവിശേഷം, അതിൽ നിന്നും എൻ്റെ നാഭിയിൽ നിന്നും വിശ്വം എന്ന പേരോടുകൂടിയ താമര ഉത്ഭവിച്ചു. യഥാർത്ഥത്തിൽ ഈ താമര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിശ്വമുണ്ടായി എന്നാണ്. നാഭിയിൽ നിന്നും ഈ നാരായണൻ, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശക്തിവിശേഷമാണ് നാരായണൻ. അതിന് അറ്റമൊന്നുമില്ല. അത് സാഗരമായിട്ടാണ് ചിത്രീകരിച്ചത്. ആ സാഗരത്തിൽ നിന്ന് ഒരു താമര എവിടെന്നോ ഒരു ചളിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി മുകളിലോട്ടേക്ക് വരും. നമ്മളാ പൂവിൻ്റെ നേരെ അടിയിൽ നോക്കിയാൽ അതിന് വേറൊന്നും കാണില്ല, അത് വേറെ അടിയോ ആയിരിക്കും. അതുപോലെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ പ്രപഞ്ചം വികസിച്ചു വന്നു. ഏതുപോലെ? താമര ജലത്തിൽ വികസിക്കുന്ന പോലെ. ആ സാഗരത്തിൽ കിടക്കുന്ന നാരായണൻ്റെ നാഭി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഒരു താമര കണക്കെ പ്രപഞ്ചം വികസിച്ചു വന്നു. ഇങ്ങനെ വന്ന് വികസിച്ചു, താമര വികസിക്കുന്ന പോലെ. കവിഭാവനയിൽ വിവരിച്ചു തരുന്നതാണ്. എന്നിട്ട് അതിൽ നിന്നും ബ്രഹ്മദേവനും ഉത്ഭവിച്ചു. ആ താമരയിൽ നിന്നാണ് ബ്രഹ്മദേവൻ. ആ താമരയിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. സൃഷ്ടിക്ക് പ്രേരണ നൽകുന്ന ശക്തിവിശേഷത്തെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ഇനി 11 പറയാണ്, വിശ്വരൂപിയായ ബ്രഹ്മാവ്, ബ്രഹ്മദേവൻ വിശ്വത്തിൻ്റെ രൂപമാണ്. അതായത് സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തി വിശ്വരൂപം തന്നെയാണ്. നമ്മൾ ഒരു വീടിൻ്റെ പ്ലാൻ, ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരു പ്ലാന് വരക്കും. ആ പ്ലാനിൽ എന്ത് ഉണ്ട്? ഒരു എൻജിനീയർ നോക്കിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വീടിൻ്റെ എല്ലാ രൂപങ്ങളും അതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ ആ പ്ലാൻ തന്നെയാണ് വീടിൻ്റെ സത്ത. അപ്പം ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ രൂപം തന്നെയാണ് പ്രപഞ്ചം. അപ്പം വിശ്വത്തിൻ്റെ രൂപമായ ആ ശക്തി, ബ്രഹ്മദേവൻ എന്ന ശക്തി രജോ ഗുണത്താൽ, അപ്പം സൃഷ്ടി നടത്തുമ്പോഴുള്ള ഗുണത്തിനാണ് രജോ ഗുണം എന്ന് പറയുന്നത്. ആക്റ്റീവായിട്ട് ഇറങ്ങുക. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, എന്തെങ്കിലും ഒരു സൃഷ്ടി നടത്തുമ്പോൾ ഇറങ്ങിത്തിരിക്കുക. ആ സ്വഭാവമാണ് ആർക്കുള്ളത്? ബ്രഹ്മാവിന്. ബ്രഹ്മാവിനെപ്പോഴും സൃഷ്ടിക്കേണ്ട താല്പര്യമാണ്, പുതിയതല്ല. അതാണ് രജോ ഗുണം. അപ്പോൾ അദ്ദേഹം രജോ ഗുണത്തോടുകൂടി തപസ് ചെയ്യുന്ന മാതിരി അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ എന്താണ്?
ഈ സൃഷ്ടികൾ നടത്തുന്നതിലാണ്. എന്നിട്ട് എന്ത് വന്നു? അതിൽ നിന്നും 3 ലോകങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഏതെല്ലാണ്? ഭൂമിക്കടിയിലുള്ള പാതാളം, ഭൂമി, അതിനു മുമ്പിലുള്ള ആകാശം. ഭൂമി, സ്വർഗം, പാതാളം. ഭൂമി നമ്മൾ വസിക്കുന്ന സ്ഥലം, ഭൂമിക്കടിയിലുള്ള, അതായത് കല്ലും മണ്ണും എല്ലാം കൂടി ചേർന്നിരിക്കുന്ന സംഗതി ഉണ്ടല്ലോ, കെമിസ്ട്രി, അതാണ് അതലമെല്ലാം അടങ്ങിയിരിക്കുന്ന പാതാളം. പിന്നെ ഭൂമിക്ക് മുകളിലുള്ളതാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങളും കൂടിയത്, അതാണ് സ്വർലോകം. അങ്ങനെ 3 ലോകങ്ങൾ സൃഷ്ടിച്ചു അവരുടെ അധിപന്മാരോടുകൂടി. എന്നിട്ട് 12 സ്വർഗലോകം ദേവന്മാരുടെ ഇരിപ്പിടമായി. ദേവതകൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്തേ ഉള്ളൂ? നമ്മളെ നിയന്ത്രിക്കുന്ന കുറേ ബലങ്ങളുണ്ട്. സൂര്യൻ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്, ചന്ദ്രൻ നിയന്ത്രിക്കുന്നുണ്ട്, മരുത്തുക്കൾ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ദേവതകളാണ്. നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷങ്ങൾ പ്രപഞ്ചത്തിലെ അതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. എല്ലാ ഗ്രഹങ്ങളും മാത്രമല്ല, നക്ഷത്ര സമൂഹങ്ങളും, അതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന 7 ലോകങ്ങൾ, അതിൽ 49 മരുത്തുക്കൾ. ഈ ദേവതകളെല്ലാമാണ് അവിടെ അധിവസിക്കുന്നത്. ഭുവർലോകം ഭൂതങ്ങളെല്ലാം കൂടി ചേർന്നതാണ്. ഭൂതം എന്ന് പറയുമ്പോൾ രുദ്രനാണ് ഭൂതഗണങ്ങൾ. രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണ്, ഭൂതഗണങ്ങളാണ്. അവരുടെ സ്ഥലമായി മാറിയാണ് ഭൂമിയിലെ രുദ്രന്മാരുടെ എല്ലാം ഭൂതങ്ങളുടെ വിഹാരരംഗമാണ്. അവിടെയാണ് എന്തുള്ളത്? സോഡിയം, ക്ലോറിൻ, ഇതെല്ലാം കൂടി ചേർത്ത സംയുക്തങ്ങൾ, ഗോൾഡ്, സിൽവർ, പെട്രോൾ, ഇങ്ങനത്തെ രാസവസ്തുക്കളെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഭുവർലോകം. അത് ഭൂതങ്ങളുടെ സ്ഥാനമാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ എന്ന് വേണമെങ്കിൽ. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ കരദ്രവത്തിലുള്ള കരദ്രവം, വാതകം, ഇതെല്ലാം എവിടെയുണ്ട്? ഭൂമിക്കടിയിലുണ്ട്. വാതകമുണ്ട്, കരരൂപത്തിലുള്ള സാധനങ്ങളുണ്ട്, ഭൂമിക്കടിയിൽ ജലരൂപത്തിലുള്ള പെട്രോൾ, ഇതെല്ലാം ഉണ്ട്, ക്രൂഡ് ഓയിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഭൂതഗണങ്ങൾ. അതെല്ലാം ഭൂമിക്കടിയിൽ ഉണ്ട്. ഭൂവർലോകത്തിൽ 3 ലോകങ്ങളാണ്. അപ്പോൾ സ്വർലോകത്തിൽ എല്ലാ ഗോളങ്ങളും നമ്മളെ സ്വാധീനം. അതുകൊണ്ട് ദേവന്മാരുടെ സ്ഥലം. ഭൂമിക്കടിയിലുള്ളത് പാതാള ലോകം അല്ലെങ്കിൽ ഭൂവർലോകം. അവിടെയാണ് എല്ലാതരം പഞ്ചഭൂതങ്ങളും ഭൂതങ്ങളെല്ലാം കിടക്കുന്നത്. രുദ്രൻ്റെ ഭൂതഗണങ്ങൾ, രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ, അതായത് ആറ്റങ്ങളെ കൊണ്ട ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. കരദ്രവവാതകത്തിലുള്ള എല്ലാ സാധനങ്ങളും ഭൂമിക്കടിയിൽ ഉണ്ട്. ഭൂലോകത്തിൽ മനുഷ്യരെ പോലെയുള്ളവരെല്ലാമാണ് ഉള്ളത്. നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ജീവിക്കുന്നത്. ഈ 3 ലോകങ്ങൾക്കും ഉപരിയോട്ട് പോകും തോറും മഹലോകം, തപലോകം, ജനലോകം, തപലോകം, സത്യലോകം എന്നിവ സിദ്ധന്മാർക്ക് സ്ഥാനമായിരിക്കുന്നു. അതെല്ലാം സിദ്ധന്മാർ, അപാര പാണ്ഡിത്യമുള്ളവർക്കുള്ള സ്ഥലങ്ങൾ. കാരണം അവിടെയാണ് ശാസ്ത്രങ്ങൾ കിടക്കുന്നത്, സയൻസ്. ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നതെല്ലാം മുകളിലുള്ള ആ സിദ്ധഗണങ്ങളാണ്. ജ്യോതിഷത്തിൽ മുകളിലുള്ള ഗ്രഹങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എല്ലാ ഭൂമിക്കടിയിലുള്ള സ്വർണത്തെയും വെള്ളീനെ പറ്റിയൊന്നും ജ്യോതിഷം എടുക്കുന്നില്ല. അപ്പം നമ്മളെ നയിക്കുന്നതെല്ലാം ജ്യോതിർഗോളങ്ങളാണ്. അതാണ് സിദ്ധഗണങ്ങൾ, സിദ്ധന്മാർ, കഴിവുള്ള ശക്തികൾ, പലതരം ശക്തിവിശേഷങ്ങളുള്ള ഗ്രഹങ്ങളെല്ലാം മുകളിൽ അങ്ങനെ വിലസുകയാണ്. 13 അസുരന്മാരും നാഗന്മാരും ഭൂമിക്ക് താഴെയുള്ള അതലത്തിൽ വാസസ്ഥലം. അസുരന്മാരും നാഗന്മാരും. നാഗം എന്ന് പറഞ്ഞാൽ എനർജി എവിടെയാണുള്ളത്? ഭൂമിക്ക് അടിയിലാണുള്ളത്. അടിയിലുണ്ട്, ഇഷ്ടംമാതിരി എനർജി ഉണ്ട്, ഊർജ സ്രോതസ്സുകളുണ്ട്. ഭൂമിക്കടിയിൽ
കത്തിജ്വലിക്കുകയാണ്. ഭൂമിക്കടിയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അകത്ത് മണ്ണ് തുരന്നങ്ങ് പോവുകയാണെങ്കിൽ കത്തിജ്വലിക്കുന്ന, അത് നാഗങ്ങളുടെ സ്ഥലം എന്നാണ് പറഞ്ഞാൽ അതെല്ലാം നാശം വിതക്കാൻ കഴിവുള്ള ശക്തി ഊർജ്ജ സ്രോതസ്സുകളാണ്. അതെല്ലാം ലാവയായിട്ട് പുറത്തു വരുമ്പോൾ എല്ലാത്തിനെയും നശിപ്പിച്ചു കളയും. സാധാരണ സർപ്പമായിട്ട് ചിത്രീകരിക്കുന്ന വിഷം. അങ്ങനെ ഈ 3 ലോകങ്ങളിലും സത്വരജോ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. അവിടെയും സത്വഗുണമുള്ള വസ്തുക്കളുണ്ട്, തമോ ഗുണങ്ങളുള്ള വസ്തുക്കളുണ്ട്, രജോ ഗുണങ്ങളുള്ള വസ്തുക്കളുണ്ട്. ഇവിടെ ഈ 3 ലോകത്തിലും ഉണ്ട്. ഇനി 14 യോഗത്തിനും തപസ്സിനും പിന്നെ സന്യാസത്തിനുമെല്ലാം ജന തപ മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം മുതലായ സ്ഥാനങ്ങൾ ഫലമായിട്ട് ഭവിക്കുന്നു. യോഗയിലൂടെയും തപസ്സിലൂടെയും സന്യാസത്തിലൂടെയെല്ലാം ഉയർന്ന നിലയിൽ ചിന്തിക്കുന്നവർ മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകത്തിലേക്കെല്ലാം ഫലം അവസാനം അവിടെ എത്തിച്ചേർന്നത്. കാരണം അവരെല്ലാം ഞാൻ ആത്മാവാണെന്ന് ചിന്തിക്കുന്നവരാണ്, ഈ ശരീരമെന്ന് ചിന്തിക്കുന്നവരല്ല. അപ്പം ഈ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് താഴത്ത് പോകുമെങ്കിലും ഇവർ ആത്മാവാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഇവർ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എവിടെയാണ്? ഈ മുകളിലുള്ള ഗോളങ്ങളിൽ നിന്നുള്ളാണ് ആത്മാവ് പ്രേരിതമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉയർന്ന ചിന്തിക്കുന്നവർ അവരാത്മാവായി കണ്ടുകൊണ്ട് അവരും ഏറ്റവും മുകളിലേക്ക് ഉയരുക, ആ ലോകങ്ങളിലേക്കാണ് പോകുന്നത്. എന്നാൽ അസുരന്മാർ ഈ ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുന്നവർ ആണെങ്കിൽ അവരുടെ ശരീരം എവിടത്തേക്കാണ് പോവുക? പാതാളത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ പോകുന്നത് എവിടത്തേക്കായിരിക്കും? പാതാളത്തിലേക്ക്. ആ തരത്തിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഭക്തിയോഗത്തിൽ നീങ്ങുന്നവർ, ഭക്തിയോഗത്തോടു കൂടി നീങ്ങുന്നവർ നേരെ വൈകുണ്ഠത്തിൽ ആ വിഷ്ണു അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ആ സർപ്പത്തിൻ്റെ മേലെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, കാരണജലത്തിൽ ഇരിക്കുന്ന അവിടെ പോയിട്ട് അവിടെ നിന്നാണല്ലോ ബ്രഹ്മത്തിൻ്റെ വരവ്. അപ്പം പിന്നെ അവർക്ക് പുനർജന്മമില്ല, നേരെ ബ്രഹ്മത്തിലേക്ക് അങ്ങ് പോവുകയാണ്. ബ്രഹ്മം ആദ്യം ഏതായിട്ടാണ് വന്ന ഒരു കാരണജലമായിട്ട് ആ ജലത്തിൽ വ്യാപിച്ച് കിടക്കുകയാണ്, ഒരു വലിയൊരു സർപ്പത്തിൻ്റെ മേലെ ഇരിക്കുന്നത് പോലെ. അപ്പം അവിടത്തേക്കാണ് ഭക്തിയോഗത്തിലൂടെ നീങ്ങുന്നവർ എത്തിച്ചേരുക. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം തപ ലോകത്തിലെല്ലാം മുകളിലോട്ടേക്ക്. കാരണം അവർ ഞാൻ ആത്മാവെന്ന് വിചാരിക്കുകയാണ്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മുകളിലോട്ടേക്കാണ് പോവുക. അല്ലാത്തവർ ശരീരമെന്ന് ചിന്തിക്കുന്നവർ നേരെ പാതാളത്തിലേക്കും പോകും. ഇനി 15 കർമ്മത്തോടു കൂടിയ പ്രാണി സമൂഹം. അപ്പം ജനങ്ങളെല്ലാം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ജീവജാലങ്ങളും കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം കർമ്മത്തോടു കൂടിയ പ്രാണി സമൂഹം കാലമാകുന്ന ശക്തിയോടുകൂടി, കാലം അവരെ തെളിച്ചുകൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചുകൊണ്ട്, അവരെ ജയിപ്പിച്ചെന്തിനാണോ ആ കർമ്മം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട്, കാലം അവരെ തെളിച്ചുകൊണ്ട് കർമ്മഫലം നൽകുന്ന പരമേശ്വരൻ അല്ലെങ്കിൽ ശ്രീഹരി തന്നെ. ഈ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ കർമ്മഫലം തരുന്ന ആരാണ്? ആ ശ്രീഹരിയാണ്, ആ പരമേശ്വരൻ. എന്നാൽ സംസാരത്തിന് ചിലവരെയെല്ലാം സത്യലോകത്തിലേക്ക് വരെ മുകളിലോട്ട് വരെ ഉയർത്തും. അതാരായിരിക്കും? നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്നവരെ, ശ്രീഹരിക്കായിട്ട് കർമ്മം ചെയ്യുന്നവരെല്ലാം നേരെ മുകളിലോട്ടേക്കങ്ങ് സത്യലോകം വരെ ഉയർത്തും. ബാക്കിയുള്ളവരെ നീചഗതിയെ പ്രാപിക്കും. അപ്പോൾ അവരുടെ കർമ്മഫലം അനുസരിച്ച് മുകളിലോട്ടേക്കും താഴോട്ടേക്കും അവസാനം ശ്രീഹരി കൊണ്ടുപോകും. എങ്കിലും 14 പറയാണ്, ചെറുതായാലും വലിയവനായാലും മെലിഞ്ഞവനായാലും ഏത് തരത്തിലുള്ള വസ്തുവായാലും
അതുകൊണ്ട് ചിലവർ മുകളിലത്തേക്ക് പോകും, ചിലപ്പോൾ താഴത്തേക്ക് പോകും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ചെറിയവനായാലും വലിയവനായാലും മെലിഞ്ഞവനായാലും തടിച്ചവനായാലും എങ്ങനെയുള്ളവനായാലും ഏത് വസ്തുവും ഏതൊരു രീതിയിൽ പ്രസിദ്ധമാകുന്നുവോ അവ ഏത് നിലയിലേക്ക് ഉയർന്നാലും അവയെല്ലാം പ്രകൃതി, പുരുഷൻ എന്നിവയിൽ അന്തർലീനമാണ്. അതെല്ലാം തന്നെ പ്രകൃതി പുരുഷനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതായത് ദുഷ്ടന്മാരായാലും നീചന്മാരായാലും ആരായാലും ബുദ്ധിയുള്ളവരായാലും നല്ല ആൾക്കാരായാലും ചീത്ത ആൾക്കാരായാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാം ആ പ്രകൃതി പുരുഷൻ്റെ ഭാഗമാണ്. ഈ പ്രകൃതി എന്ന് പറയുന്നത് ഇവരെല്ലാം കൂടിയതാണ്. പക്ഷേ കർമ്മഫലതനുസരിച്ച് അവർ നേരത്തെ പറഞ്ഞല്ലോ പലതരത്തിൽ പോകുന്നുണ്ടെങ്കിലും ആ ശക്തിക്ക് എല്ലാവരും ഒരേപോലെയാണ്. അല്ല, അതിന് ഭേദഭാവങ്ങളൊന്നും ഇല്ല. എല്ലാം ആ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതി പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം പുരുഷനും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം, എത്ര വലുതായാലും ചെറുതായാലും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അംശങ്ങൾ തന്നെയാണ്, അത് തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയത്. ഏതൊന്നാണോ 17 ഏതൊന്നാണോ ആദി കാരണമായത്, സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തിവിശേഷം അവസാനം ലയനത്തിനും കാരണമായത്, അവസാന പ്രളയത്തിലെ എല്ലാം കൊണ്ടേറ്റ് ലയിപ്പിക്കുന്നതിന് പിന്നിൽ കാരണമായത് ആ ശക്തിയാണ് സത്ത്. അതാണ് സത്യം. സത്ത് എന്നത് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തി. ഏതൊരു സത്ത് അതായത് ഏതൊരു സംഗതിയാണോ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ വർത്തിച്ചത്, അവസാനം പ്രളയത്തിലൂടെ കൊണ്ട് ലയിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച അതിനെയാണ് സത്ത് എന്ന് പറയുന്നത്. അത് തന്നെ സത്യം. ബ്രഹ്മമാണ് സത്യം. ഏതുപോലെ എന്നാൽ സ്വർണത്തിൽ നിന്ന് വളയും മാലും എല്ലാം ഉണ്ടാകുന്ന പോലെ എല്ലാം എന്താണ്? സ്വർണമാണ്. അല്ലെങ്കിൽ മണ്ണിൽ നിന്നാണ് പലതരം പാത്രങ്ങളെല്ലാം ഉണ്ടാകുന്നത്, എല്ലാം മണ്ണിൽ നിന്നാണ്. അതുപോലെ ബ്രഹ്മത്തിൽ നിന്നാണ് സകലതും ഉണ്ടായത്. അവസാനം കുടം പൊട്ടിച്ചാലും മണ്ണായിത്തീരും. സ്വർണ്ണമെല്ലാം വളകളെല്ലാം ഉരുക്കി കഴിഞ്ഞാൽ സ്വർണം. അതുപോലെ പ്രളയസമയം എല്ലാം ഇതിനകത്ത് പോയി ലയിക്കുന്നു. അതിനാണ് സത്ത് എന്ന് പറയുന്നത്. അതാണ് സത്യം. അതെന്തിനിത് ആയിത്തീർന്നു എന്ന് വെച്ചാൽ ലോക വ്യാപാരത്തിനായി സംഭവിച്ചു. ഇങ്ങനെയൊരു ലോകം ഉണ്ടാക്കിയിട്ട് കളിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് ഇതെല്ലാമായി അത് തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയത്, നമ്മളെല്ലാമായിട്ട് മാറിയത്. ഇനി 19 കാരണരൂപമായ മഹത്തത്വം ആ സയൻസ് അത് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് സയൻസ്, ശാസ്ത്രം എന്നെല്ലാം പറയുന്നത്. ഒരു സയൻസിലൂടെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. അപ്പം കാരണരൂപമായ മഹത്തത്വം ഏതൊന്നിനായി അഹങ്കാരം മൂലായവ സൃഷ്ടിച്ചുവോ അതാണ് ആദ്യം അഹങ്കാരമെല്ലാമായിട്ട് ഈ പ്രപഞ്ച സൃഷ്ടിയായിട്ട് മാറിയത്. അത് തന്നെയാണ് സത്യം. ആ ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം. അത് തന്നെയാണ് സത്ത്. ഏതിൽ നിന്നാണ് ഉണ്ടായത്, ഏത് മൂലമാണോ ഉണ്ടായത്, ഏതാണോ സ്വയം ഇതായിട്ട് മാറിയത്, അതാണ് സത്ത്. ആദ്യമായും അവസാനമായും ഇരിക്കുന്നത് ഏതാണോ അത് സത്ത്. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ ഏതാണോ ഉണ്ടായിരുന്നത്, പ്രബന്ധം നശിച്ചാലും പിന്നെയും അവശേഷിക്കുന്നത് ഏതാണ്, അത് രണ്ടും ഒന്നാണ്. അതാണ് സത്ത്. ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായ പുരുഷനും പ്രകൃതിയും ഗുണക്ഷോഭം കൊണ്ട് അവയെ പ്രകാശിപ്പിക്കുന്ന, ആ ഗുണങ്ങളെ കൊണ്ട് അവയെ പ്രകാശിപ്പിക്കുന്ന, ഏതിലൂടെയാണ് പ്രകാശിക്കുന്നത്? കാലത്തിലൂടെയാണ്. ഇതിനെല്ലാം നിയന്ത്രിച്ച് ഓരോ കാലത്തിൽ ഓരോ തരത്തിൽ പ്രകാശിപ്പിക്കുന്നത് കാലമാണ്. ഓരോ കാലത്തിൽ ഓരോന്ന് പൊട്ടിമുളച്ചെല്ലാം വരുന്നുണ്ടെങ്കിൽ അതെല്ലാം കാലമാണ് നിയന്ത്രിച്ചു കൊണ്ടുവരുന്നത്.
അപ്പോൾ പ്രകൃതിയും പുരുഷനും കാലമാകുന്ന ശക്തിവിശേഷത്തിലൂടെയാണ് ഈ വിക്ഷോഭങ്ങളെല്ലാം, ഇവിടെ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും മാറ്റി മറിക്കുന്നതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത് കാലമാണ്. അപ്പം ഈ മൂന്നും ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. പ്രകൃതിയും പുരുഷനുമായി, എന്നിട്ട് ഗുണങ്ങളിലൂടെ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഇതിനെയെല്ലാം നയിച്ചു കൊണ്ടുവന്ന കാലം. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ത് പറഞ്ഞത്? ഞാൻ കാലമാകുന്നു. ഇപ്പം ആ ശക്തിവിശേഷം തന്നെയാണ് പുരുഷൻ, അത് തന്നെയാണ് പ്രകൃതി. അതാണ് ഈ ഗുണങ്ങളിലൂടെ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് ലോകത്തെ മാറ്റി മാറ്റി മറിച്ച് കൊണ്ടുപോകുന്ന ആ കാലശക്തി. അത് മൂന്നും ആര് തന്നെയാണ്? ബ്രഹ്മസ്വരൂപിയായ ഞാൻ തന്നെയാണ്. അതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇനി 20 ജീവന്റെ ഭോഗത്തിനായി, ഭോഗസുഖം അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഭൗതിക ലോകം അത് ഇങ്ങനെയെല്ലാത്തിനെയും സൃഷ്ടിച്ച, ഇങ്ങനെയെല്ലാമായിട്ട് മാറിയത്. അപ്പം ജീവന്റെ ഭോഗത്തിനായി സംഹാരം വരെ, അവസാനം നശിക്കുന്ന കാലം വരെ, ഏതൊന്നും പ്രപഞ്ചം നശിക്കും, മനുഷ്യനെ സൃഷ്ടിക്കുകയാണെങ്കിൽ മനുഷ്യനും നശിക്കും. ആ സംഹാരം വരെ പരമേശ്വരൻ്റെ ദൃഷ്ടിയോടുകൂടി. അപ്പോൾ ഈ പോകുന്ന എല്ലാം പരമേശ്വരൻ ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്ലാൻ ചെയ്ത മാതിരി തന്നെയാണോ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്നത് ഒരു സാക്ഷി രൂപത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൃഷ്ടി രൂപത്തിൽ എങ്ങനെയാണ് കാലത്തെ മുന്നോട്ടേക്ക് പോകുന്നത്? പിതാവ്, പുത്രൻ എന്നീ ക്രമത്തിൽ. പിതാവിൽ നിന്ന് പുത്രൻ, പിന്നെ ആ പുത്രൻ പിതാവായിട്ട് അവൻ്റെ പുത്രൻ, അങ്ങനെ അങ്ങനെ കാലം മുന്നോട്ടേക്ക് തള്ളിക്കൊണ്ട് തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ജനിപ്പിക്കും, മരിക്കാൻ നേരത്തെ അതിന് മുമ്പിൽ അവനൊരു പുത്രനെ വളർത്തിക്കൊണ്ടുവരും. എൻ്റെ ഈ പിതാവും പിന്നെ പുത്രൻ നോക്കും, പിന്നെ കുറേ പ്രായമാകുമ്പോൾ പുത്രനുണ്ടാവും. ഇങ്ങനെ കാലം തള്ളിക്കൊണ്ട് പോവുകയാണ്. ആര്? കാലം. ആ കാലമാരാണ്? ശ്രീഹരി തന്നെയാണ്. ഇനി 21. ഈ ബ്രഹ്മാണ്ടം, അങ്ങനെ ഉണ്ടാക്കിയ ബ്രഹ്മാണ്ടം കാലസ്വരൂപനായ എന്നാൽ ഞാനാണ് ആ ബ്രഹ്മാണ്ടത്തെ നയിച്ചു കൊണ്ടുപോകുന്നത്. കാലത്തിൻ്റെ രൂപത്തിൽ കാലസ്വരൂപനായിട്ട് ഈ ബ്രഹ്മാണ്ടത്തെ പ്രകാശിക്കപ്പെട്ട് ആയതിനാൽ പലവിധ സൃഷ്ടിപ്രളയങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സൃഷ്ടിക്കുന്നു, അവരെ സംഹരിക്കുന്നു, മനുഷ്യരെ സംഹരിക്കുന്നു, പിന്നെയും ജനിപ്പിക്കുന്നു, പ്രപഞ്ചത്തെ തന്നെ സംഹരിക്കുന്നു, പിന്നെ ആദ്യം ഉണ്ടാക്കിക്കൊണ്ടുപോകുന്നു. ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതാദ്യം പഞ്ചഭൂതങ്ങളായി പിരിഞ്ഞു. ഈ സൃഷ്ടിയെല്ലാം നടത്തണ്ടെങ്കിൽ എന്തിനെ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. അപ്പോൾ ആ ശ്രീഹരി ആദ്യം പഞ്ചഭൂതങ്ങളായിട്ട് തിരിഞ്ഞു. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതാദ്യം പഞ്ചഭൂതങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണ് പിന്നെ ഇതെല്ലാം സൃഷ്ടി നടത്തിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. ദേഹം, ഈ ശരീരം ഏതൊന്നിലാൾ വളർന്നോ? ഏതിൽ നിന്നാണ് വളർന്നത്? തിന്നുന്ന ഭക്ഷണത്തിൽ നിന്ന്, അന്നത്തിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായത്. ദേഹം ഏതൊന്നിനാൽ വളർന്നോ ആ അന്നത്തിൽ അവസാനം ലയിക്കുന്നു. അവസാനം എന്താ തന്നെയാകുന്നത്? നമ്മുടെ ശരീരവും അന്നമായിത്തീരുന്നു. ആർക്കന്നമായിത്തീരുന്നത്? ചിലപ്പം പട്ടിക്കും പൂച്ചക്കാം, അല്ലെങ്കിൽ വിത്തുകൾക്ക്, ചെടികളുടെ വിത്തുകൾ വളമായിട്ട് നമ്മളെ വലിച്ചെടുക്കുന്നു. അപ്പം നമ്മളെ ശരീരം ആ വിത്ത് തിന്നിട്ടാണ് നമ്മളെ ശരീരം ഇങ്ങനെയായത്. അരിയെല്ലാം തിന്നിട്ടാണ് നമ്മളെ ശരീരം ഇങ്ങനെ വളർന്നത്. അന്നത്തിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായത്. നശിച്ചു കഴിഞ്ഞാൽ ഇതാർക്ക് തന്നെ പോകും? ആ വിത്തിന് തന്നെ പോകും. ആ വിത്ത് നമ്മളെ വലിച്ചെടുത്തിട്ട് അത് വളരും. ആ അന്നം വിത്തുകളിൽ ലയിക്കുന്നു. ആ വിത്ത് എവിടെയാണ് ലയിക്കുക എന്ന് ചോദിച്ചാൽ അത് ഭൂമിയിലാണ് ലയിക്കുന്നത്. വിത്ത് ചെടിയായി വന്നിട്ട് അവസാനം ഭൂമിയിൽ തന്നെ വിത്തായിട്ട് ഭൂമിയിൽ തന്നെ വന്ന് പതിക്കുന്നു. ഇനി വിത്തുകൾ ഭൂമിയിൽ
ലയിക്കുന്നു. ഈ ഭൂമി എവിടെ പോയി പതിക്കും? ഭൂമി സൂര്യരശ്മിയാൽ ഉയർന്ന് ദഹിക്കപ്പെട്ട് ഭൂതസൂക്ഷ്മമായ ഗന്ധത്തിൽ ലയിക്കുന്നു. ഈ ഭൂമി അപ്പം നമ്മൾ വിത്തിൽ അന്നത്തിൽ നിന്ന് വളരുന്നു. പിന്നെ നമ്മളെ വിത്തിൻ്റെ അന്നമായി തീരുന്നു. ചെടികൾ നശിച്ചാൽ ഭൂമിയിൽ തന്നെ പോകുന്നു. ഭൂമി അവസാനം എവിടെ പോകുന്നു? സൂര്യൻ വിഴുങ്ങുന്നു. സൂര്യൻ്റെ ശക്തിയായ ചൂടിനാൽ ഒരു കാലം എന്തായിത്തീരും? ഭൂമി ചുട്ടെരിക്കപ്പെടും. അതാണ് പ്രളയ സമയം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 100 വർഷത്തോളം വർഷിച്ച മഴയിൽ ജലത്തിൽ ലയിക്കുന്നു. ഭൂമി ചുട്ടുപടുത്തിട്ട് ഒരു സമയത്ത് പ്രളയത്തുന്നതിനെക്കാട്ടി മുമ്പിൽ 100 വർഷത്തോളം ശക്തിയായ മഴ പെയ്യെന്ന് പറയുകയാണ്. ചുട്ടുപടുത്ത ഭൂമിയിൽ വെള്ളമൊഴിച്ചാൽ എങ്ങനെ ഇരിക്കും? എല്ലാം അലിഞ്ഞു പോകും. ചുട്ടുപടുത്ത ഒരു സാധനത്തിൽ വെള്ളമൊഴിച്ചാൽ, മഴ ഒഴിച്ചാൽ ഭൂമി എന്തായിപ്പോൾ ആ വെള്ളത്തിൽ അലിഞ്ഞു പോകും, പൊടിഞ്ഞു പോകും. അവരെ സയൻസ് തത്വമാണ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചുട്ടുപടുത്ത ഗ്ലാസ്സിൽ പണ്ടത്തെ ചിമ്മിണി വിളക്കെല്ലാം ഉണ്ടല്ലോ, എപ്പോഴും ചുട്ട് വിളക്കും. പക്ഷെ ഒരു വെള്ളം തട്ടിപ്പോയാൽ അങ്ങനെ ചുട്ടുപടുത്ത ആ ഗ്ലാസ്സിൽ പണ്ട് എങ്ങനെയെങ്കിലും വെള്ളം തുടച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് അങ്ങ് പൊട്ടിക്കളി. പണ്ടത്തെ വിളക്ക് തിരിയിട്ട് കത്തിക്കുന്നു, വെള്ളം തെറിച്ചാൽ അപ്പം ഗ്ലാസ് പൊട്ടി, അത് പൊടിഞ്ഞു പോകും. ഇപ്പം ഭൂമി എന്തായി പോവും? ശക്തിയായ 100 വർഷത്തോളം വെള്ളം വരുമ്പോൾ ഭൂമി വെള്ളത്തിലരിഞ്ഞു. അപ്പം നമ്മൾ അന്നത്തിൽ വളരുന്നു. ചത്തു കഴിഞ്ഞാൽ നമ്മളെ ശരീരം ചെടീൻ്റെ വിത്തിന് വളമായി മാറുന്നു. വിത്ത് വളർന്നിട്ട് അവസാനം ആ ചെടി വിത്ത് ഭൂമിയിൽ ലയിക്കുന്നു. ഭൂമിയെ സൂര്യൻ വിഴുങ്ങുന്നു. ചുട്ട് പഴുപ്പിച്ചിട്ട് 100 വർഷം കഴിയുമ്പോൾ മഴ പെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഭൂമി വെള്ളത്തിൽ ലയിച്ചു പോകും. ജലം രസത്തിലും ആ ജലം ജ്യോതിസിലും ജ്യോതിസ് ഭൂതസൂക്ഷ്മത്തിലും ലയിക്കുന്നു. അപ്പോൾ ജ്യോതിസിലേക്ക് എന്ന് പറയുമ്പോൾ ഭൂമി മുഴുവൻ ഇല്ലാതായിപ്പോയി. പിന്നെ അത് ജ്യോതിസായിട്ട് മാറുന്നു, ഊർജമായിട്ട്, ദ്രവ്യം ഊർജമായിട്ട് മാറും. തിരിച്ചു പോവുകയാണ് എങ്ങോട്ടേക്ക്? ബ്രഹ്മത്തിലേക്ക്. പ്രളയം വരുമ്പോഴുള്ള സമയമാണ് പറയുന്നത്. നമ്മളെല്ലാം ഇല്ലാതാകാം, ചെടികൾ ഇല്ലാതാകാം, പിന്നെ ഭൂമി മുഴുവൻ വെള്ളത്തിൽ അലിഞ്ഞു പോകും, ചുട്ടുപടുത്തിട്ട് വെള്ളം വീഴുമ്പോൾ. പിന്നെ വെള്ളം ബാഷ്പീകരിച്ചു പോകും, ജലമായിട്ട് മാറും, വായുവായിട്ട് മാറും, പഞ്ചഭൂതം, കരദ്രവവാതം, ഇങ്ങനെ പഞ്ചഭൂതങ്ങളായിട്ട് മാറി പിന്നെ ഊർജമായിട്ട് ജ്യോതിസായിട്ട് മാറും. പിന്നെ എനർജിയായി മാറിപ്പോയി. ഈ പ്രപഞ്ചം മുഴുവൻ പിന്നെ എനർജിയായിട്ട് മാറി. പിന്നെയോ ആ വായുവിലും, വായു സ്വർഗത്തിലും, അല്ല സ്പർശത്തിലും, സ്പർശം ആകാശത്തിലും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ തിരിച്ചു പറയുകയാണ്. ആകാശത്തിലും, ആകാശം ശബ്ദത്തിലും, ഇന്ദ്രിയങ്ങൾ ദേവതകളിലും ലയിക്കുന്നു. സൃഷ്ടി നേരത്തെ എങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നേരെ റിവേഴ്സിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അവസാനം മനസ്സിൽ ലയിക്കുന്നു. മനസ്സ് അഹങ്കാരത്തിൽ ലയിക്കുന്നു. പണ്ട് പഠിച്ച എങ്ങനെയാണ്? അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി, മനസ്സിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി, ഊർജമുണ്ടായി, പഞ്ചഭൂതങ്ങളുണ്ടായി. ഇങ്ങനെയാണ് പണ്ട് പറഞ്ഞു പോയത്. അപ്പം തിരിച്ച് അഹങ്കാരത്തിലെത്തും. അഹങ്കാരത്തിൽ 3 തരത്തിലുള്ള അഹങ്കാരത്തിൽ നിന്ന് പിന്നെ മഹാതത്വത്തിലേക്ക്, സയൻസിലേക്ക് പോകും. പിന്നെയോ സയൻസിലേക്ക് പോകും. പണ്ടും സയൻസ് ഉണ്ടായിട്ടാണ് പിന്നെ അഹങ്കാരങ്ങളുണ്ടായി ഇങ്ങനെ വന്നത്. തിരിച്ചങ്ങോട്ടേക്ക് പോകും. അവസാനം ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇനി 26 പിന്നെ ജ്ഞാനം, സയൻസ്, ശക്തി, ഇവയുടെ ഗുണങ്ങൾ ചേർന്ന് ഉള്ള മഹാതത്വം. ഇതെല്ലാം കൂടിയതാണ് മഹാതത്വം. തനിക്ക് കാരണമായ ഗുണങ്ങളിൽ ലയിച്ചു, ഓരോന്നും അതേതിൻ്റേതായ ഗുണങ്ങളിൽ ലയിച്ച് അവസാനം അത് പ്രകൃതിയിൽ ലയിക്കുന്നു. ആദ്യം പുരുഷനും പ്രകൃതിയാണ് ഉണ്ടായത്. പ്രകൃതിയിൽ ലയിക്കുന്നു. പിന്നെ അത് കാലത്തിൽ ലയിക്കുന്നു. കാലമാകുന്നു ആര്? ശ്രീഹരി. അപ്പം ഒരു പ്രത്യേക കാലമെത്തുമ്പോൾ ഈ ഭൂമിയെല്ലാം
ബ്രഹ്മത്തോട് പോയി ലയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതെല്ലാം ഒരു കാലത്തിനനുസരിച്ചാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് അവസാനം കാലത്തിൽ പോയി ലയിക്കുന്നു. ആ കാലം മായയെ പ്രവർത്തിപ്പിക്കുന്ന ജീവനിൽ ലയിക്കും. മായയെ പ്രവർത്തിപ്പിക്കുന്നു. അപ്പം മായയാലാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പം മായയിലെത്തി മായയെ പ്രവർത്തിപ്പിക്കുന്ന ജീവനിൽ ലയിക്കും. ജീവൻ ജനനമില്ലാത്ത എന്നിൽ ലയിക്കുന്നു. പിന്നെ ആ ജീവൻ പോയിട്ട് എന്നിൽ ലയിക്കുന്നു എന്നാണ് ശ്രീഹരിയിൽ ലയിക്കുന്നത്. അതിലേക്ക് ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നു. അപ്പോൾ ഞാൻ ആത്മാവായ ഞാൻ വേറെ ഒന്നിലും ലയിക്കാതെ സത്യമായി നിലനിൽക്കും. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രീഹരി മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഇനിയിപ്പോൾ ശ്രീഹരി പോയി ഏതെങ്കിലും ലയിക്കുമെന്നൊന്നും പറയാനില്ല. എന്നിൽ വന്ന് നിൽക്കും. ഞാനാണ് സത്യം. ആ സത്യത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. പിന്നീട് തിരിച്ചിതേപോലെ ആ സത്യത്തിൽ പോയി ലയിക്കും. അപ്പോൾ എന്താണോ മിച്ചമായി കിടക്കുന്നത് അതാണ് സത്യം, അതാണ് ബ്രഹ്മം. ഇനി 28 പറയുന്നു, ഇപ്രകാരമുള്ള ആത്മതത്വം മനസ്സിലാക്കിയവന് ഭേദം നിമിത്തമുള്ള ഭ്രമം എങ്ങനെയുണ്ടാകും? ഈ സത്യം മനസ്സിലാക്കിയവന് ഭേദഭാവം ഉണ്ടാവില്ല. കാരണം എല്ലാം ബ്രഹ്മമാണ് ഇതായിട്ട് മാറിയത്. തിരിച്ച് ബ്രഹ്മമായി പോവുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത് എന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതെല്ലാം എന്താണ്? ബ്രഹ്മം. ആ നിലയിൽ കാര്യം മനസ്സിലാക്കുന്നവന് പിന്നെ എന്തില്ല? ഭേദഭാവമില്ല. അവൻ ഹിന്ദുവാണ്, അത് മുസ്ലിമാണ്, അത് ആർത്തവമുള്ള സ്ത്രീയാണ്, ഇങ്ങനത്തെ ചിന്തയൊന്നും അവനിൽ ഉണ്ടാകില്ല. ഏതുപോലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആകാശത്തിൽ ഇരുട്ട് ലയിക്കുന്നത് പോലെ സൂര്യൻ ഉദിച്ചാൽ, അതായത് നമുക്ക് ബോധോദയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരുട്ട് ആകാശത്തിൽ ലയിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഭേദഭാവങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ഹൃദയ വികാരങ്ങൾ എവിടെയാണ് ഉണ്ടാവുക? നമുക്ക് ഹൃദയ വികാരങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ ഭേദഭാവമുള്ളത് കൊണ്ടാണ്. ഇനി 29 എന്നിട്ട് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാര്യകാരണങ്ങളുടെ വസ്തുത എന്നാൽ അറിഞ്ഞ്, ഞാനീ പറഞ്ഞ കാര്യവും കാരണത്തിൻ്റെ എല്ലാം വസ്തുതകൾ ഞാനീ പറഞ്ഞ് എന്നാൽ അറിഞ്ഞ് ഹൃദയഗന്ധിയാലുള്ളാവുന്ന അഴിക്കാൻ കഴിയാത്ത കെട്ടറുത്ത്, ഹൃദയവികാരങ്ങളിലൂടെ നമ്മൾ ബന്ധനത്തിലകപ്പെട്ട ഒരു കെട്ടിലാണ്, ബന്ധനത്തിലകപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ബന്ധനങ്ങളെല്ലാം മുറിക്കണം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെടുത്ത് ഉപേക്ഷിച്ചിട്ട് പോകാനാണ് പറഞ്ഞുകൊണ്ട്. എന്തു പറയുമ്പോൾ അവസാനം ബന്ധനെല്ലാം കെട്ടറുത്ത് മുറിച്ച് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അഴിക്കാൻ കഴിയാത്ത കെട്ടാണ്, അത്ര എളുപ്പത്തിലൊന്നും കഴിയില്ല. പക്ഷെ എൻ്റെ ഞാൻ ഈ ഉപദേശിച്ച തത്വം മനസ്സിലാക്കിയിട്ട് അഴിക്കാൻ പ്രയാസമായ ആ കെട്ട് അറുത്തിട്ട് മോക്ഷം പ്രാപിക്കുന്ന ഈ കെട്ടെല്ലാം അറുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? മോക്ഷം പ്രാപിക്കാം. ആ ആത്മതത്വം, മോക്ഷം പ്രാപിക്കാനുള്ള ആത്മതത്വം, അതിനെന്ത് വേണം? ഈ ബന്ധങ്ങൾ, ഹൃദയത്തിലൂടെ ഉണ്ടാകുന്ന അഴിക്കാൻ കഴിയാത്ത പ്രയാസമായ ബന്ധങ്ങളെയെല്ലാം, കുടുംബ ബന്ധങ്ങൾ, ജോലി എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ബന്ധങ്ങളെല്ലാം മറച്ചു മാറ്റുന്ന ആത്മതത്വം, ഇതാണ് ആത്മീയത. അല്ലാതെ കുടുംബം പോറ്റി ജീവിക്കുന്നതിന് ആത്മീയതയല്ല. എല്ലാം വിച്ഛേദിച്ചു പോവുകയാണ് ആത്മീയത. ഞാൻ വലിയ ആത്മീയവാദിയാണ് എന്നെല്ലാം പറയുന്നതിൽ അത് ഇതിലൂടെയാണ് കാണിക്കേണ്ടത്. അല്ല കുടുംബത്തിൽ പറ്റിപ്പിടന്നുകൊണ്ട് കുടുംബത്തിന് വേണ്ടി പാടുപെട്ടിട്ട് ഞാൻ ആത്മീയവാദിയാണെന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്ക്. ആ ആത്മതത്വം, ആ ആത്മാവ് ഏതാണ്? എന്നെന്നും നിലനിൽക്കുന്ന സത്യം, ബ്രഹ്മം. സൃഷ്ടി മുതൽ പ്രളയം വരെയുള്ള സംഭവങ്ങളിലൂടെ ഞാൻ പ്രതിപാദിച്ചു തന്നു.